ആദില കുറച്ചു മുമ്പ് നമ്മുടെ അനുമോളോട് ഒരു കാര്യം ചോദിക്കുന്നത് കേട്ടു. അനുമോളെ, ഈ ലക്ഷ്മിക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ടാകുമോ എന്ന്. അതിന് അനുമോള് പറഞ്ഞൊരു മറുപടിയുണ്ട്, എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ സ്ത്രീ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ പുറകെ എന്തോ അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടൊന്നും വന്നിട്ടില്ല എന്ന്. എന്തുകൊണ്ടാണ് അനുമോളുടെ പുറകെ ലക്ഷ്മി ചൊറിഞ്ഞുകൊണ്ട് പോകാത്തതെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. വേറൊന്നും കൊണ്ടല്ല, അനുമോളുടെ പുറകെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് ലക്ഷ്മിക്ക് അറിയാം. പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ടാണല്ലോ ലക്ഷ്മി അകത്തോട്ട് പോയത്. അനുമോളുടെ പുറകെ പോയാൽ ജനങ്ങൾ വോട്ട് കുത്തത്തില്ല എന്ന് ലക്ഷ്മിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഒനീലിന്റെ പുറകെ പോയത്, അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടാക്കിയ ആ ഒരു പ്രശ്നം, ഇച്ചിരിയേ ഉള്ളൊരു പ്രശ്നമാണ്. ഇങ്ങനെ ഊതി വീർപ്പിച്ചു. അതിനുള്ളൊരു കാരണം വേറൊന്നുമല്ല, ഒന്ന് കണ്ടന്റ് ദാരിദ്ര്യം, പിന്നെ ഒനീലിനെതിരെ എന്തു പറഞ്ഞാലും അയാൾ ഒരു പാവ മനുഷ്യൻ, പ്രത്യേകിച്ച് പുള്ളിക്ക് വേണ്ടി പുറത്ത് ആരും ശബ്ദിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇന്നലെ ആ തന്തയില്ലായിക വിളിച്ച് നമ്മുടെ ലക്ഷ്മി അങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉണിയിൽ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ചിട്ട് ഇന്നലെ നടന്ന ആ സംഭവത്തെ പറ്റി പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഉണിയിൽ തന്നെ ഞെട്ടിയിരിക്കുക അങ്ങനെ ഒരു സാധനം കേട്ടപ്പോഴത്തേക്ക്. പുള്ളി തന്നെ പറയുന്നുണ്ട്, ഇത്രയും വർഷമായി ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, 42 വയസ്സായി എനിക്ക്, ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ചീത്തപ്പേര് ഒരാളെ പോലും പുറത്ത്, ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന, സ്ത്രീകൾക്ക് നടക്കുന്ന അനീതിക്കെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു സ്ത്രീയെ പോലും മോശമായിട്ടുള്ളൊരു നോട്ടമോ ഒരു തൊടലോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്തിനധികം പറയുന്നു, ബിഗ് ബോസിൽ പുള്ളി ഇത്രയും 40 ദിവസമായി, പുള്ളിക്കെതിരെ ആരും ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല, നമ്മളാരും കണ്ടിട്ടുമില്ല പുള്ളി അങ്ങനെ എന്തെങ്കിലും. പുള്ളിയുടെ വായിൽ നിന്ന് തെറി വീഴാറുണ്ട്. ഇന്നലെ ലക്ഷ്മിയോട് സംസാരിച്ചപ്പോൾ പോലും ഓടിയ മുല്ല എന്ന് തന്നെ പുള്ളി വിളിച്ചു. ഞാൻ അതിനകത്ത് ഒരിക്കലും ഇന്നലത്തെ വീഡിയോയിൽ, അല്ലെങ്കിൽ ഇന്നലെ രാത്രി ചെയ്ത് ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് എത്തിച്ച ആ ഒരു വീഡിയോ, അതിൽ പോലും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, പുള്ളി ആ ഒരു വിളിച്ച ഉല്ലേ എന്ന് പറയുന്ന ഒരു വാക്കിൽ പോലും എനിക്ക് പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല പുള്ളിയെ. കാരണം എനിക്കെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീ ഇതേപോലെ ചുമ്മാ വന്നിട്ട് അങ്ങോട്ട് പറയുവാണെങ്കിൽ ഉല്ലേന്നൊന്നും ആയിരിക്കത്തില്ല ഞാൻ വിളിക്കുന്നത്, അതിൻ്റെ അപ്പുറത്തെ സാധനമായിരിക്കും ഞാൻ വിളിക്കുന്നത്, അത് വേറെ കാര്യം. പിന്നെ അതൊരു ഷോ ആയതുകൊണ്ട് തന്നെ പുള്ളി ഇച്ചിരിയെങ്കിലും മാന്യത കീപ്പ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കണം, മസ്താനിക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയതെന്ന് പറയുന്നത്. ആ ഒരു പ്രശ്നം ലക്ഷ്മി കണ്ടിട്ട് പോലുമില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. ഇത് കണ്ടിട്ടില്ല. കൂടാതെ മസ്താനി തന്നെ പറയുന്നുണ്ട്, ഇത് ഞാൻ ചെറുതായിട്ട് പേഴ്സണലായിട്ട് ചോദിക്കാൻ വെച്ചിരുന്ന ഒരു കാര്യമാണ്, ഇത് ചോദിക്കാൻ പോകുന്ന ലക്ഷ്മിയെ പലതവണ മസ്താനി തടയുന്നുണ്ട് വേണ്ട എന്ന് പറഞ്ഞ്. എന്നിട്ട് മസ്താനി അല്ല, ലക്ഷ്മി തന്നെ പറയുന്നുണ്ട്, എനിക്കിത് വലിയൊരു ഇഷ്യൂ ആക്കാനൊന്നും താല്പര്യമില്ല എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് എല്ലാവരും ഇത് കേൾക്കട്ടെ, മൈക്കെടുത്ത് ഡോണിയിൽ എന്ന് വരെ പറയുന്നുണ്ട്. സോ ഇവൾക്കൊരു സ്റ്റാൻഡ് ഒന്നും ഇല്ല, ഇവൾക്ക് പ്രോപ്പർ കണ്ടന്റ്. അതിനുവേണ്ടി മാത്രമാണ് ഇന്നലെ ആ ചീപ്പ് ഷോ കാണിച്ചത്. പക്ഷേ എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് ലക്ഷ്മിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ലാലേട്ടൻ വരുമ്പം പിടിച്ച് കീറി വിടണവളെ, എനിക്കതാ പറയാനുള്ളത്. രാവിലെ ഒണിയിലിരുന്ന് കരയുന്ന കണ്ടു ആ കൺഫെഷൻ റൂമിൽ. നിങ്ങൾ എത്ര പേരത് കണ്ടു എന്ന് അറിയത്തില്ല. ലൈവിൽ ചിലപ്പോൾ ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ ചിലപ്പോൾ കാണിച്ചേക്കും. അത് എന്തു കരച്ചിലായിരുന്നു ആ മനുഷ്യൻ്റെ, ഏങ്ങി ആ മനുഷ്യൻ കരയുക. സത്യം പറഞ്ഞാൽ അത് കണ്ട എല്ലാവർക്കും, എനിക്ക് പേഴ്സണലി സങ്കടം തോന്നി കേട്ടോ. പുള്ളി ഒരു തെറ്റുകാരനല്ല. അത് കൂടാതെ ഇന്നലത്തെ ആ വീഡിയോ ക്ലിപ്പ് ഞാൻ അവിടെ എവിടെയൊക്കെ ആയിട്ട് കണ്ടു. പുള്ളി ഈ തൊട്ടു എന്ന് ലക്ഷ്മി പറയുന്ന ആ ഒരു വീഡിയോ, പുള്ളി ഒന്ന് അതുവഴി പോയപ്പോഴത്തേക്കൊന്ന് ജസ്റ്റ് വീഴാൻ പോയപ്പോഴത്തേക്ക് കയറി അറിയാതെ തൊട്ടു, സോറി മോളെ എന്ന് അപ്പം തന്നെ പറയുന്നുണ്ട്. അതൊരിക്കലും ഇന്റൻഷ്യലി പുള്ളി ചെയ്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അബദ്ധങ്ങൾ, നമ്മളിപ്പോൾ ഒരു ബസ്സിൽ പോവാ, ഭയങ്കര തിരക്കുള്ള ഒരു ബസ്സിൽ പോവാ, ബസ്സിൽ വൃത്തികേടുകൾ പലതും നടക്കാറുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്ന് വെച്ചിട്ട് എല്ലാ പുരുഷന്മാരും ഒരേപോലെ ആയിരിക്കണമെന്നുണ്ടോ? ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ബ്രേക്ക് ഇടുമ്പം ഒരു ഫ്രണ്ടിലൊരു സ്ത്രീ നിൽക്കുക, പുറകെ നിൽക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് അങ്ങോട്ട് വീണു, സ്ത്രീയുടെ ദേഹത്തോട്ട് അറിയാതെ കൈവച്ചു, വീഴുമ്പോൾ അറിയാതെ പിടിച്ചു പോകുമല്ലോ, ഇല്ലേ? അത് നമ്മുടെ തലേന്ന് കയ്യിലോട്ട് വരുന്ന ഒരു സാധനമാണല്ലോ. വീഴുമ്പോഴത്തേക്ക് പെട്ടെന്ന് കയറി പിടിക്കണമെന്നുള്ളത്, എവിടെയാണോ കിട്ടുന്നത് കയറി പിടിക്കും. അത് സ്ത്രീയാണോ പുരുഷനാണോ അടുത്ത ഒരു പട്ടിയാണോ നിൽക്കുന്നത്, ഇതൊന്നും നമ്മൾ നോക്കത്തില്ല. അറിയാതെ കയറി അങ്ങനെ പുള്ളി വീഴാൻ നേരത്തൊന്ന് പിടിച്ചു, മാപ്പും ചോദിച്ചു. അത് മസ്താനി ഇപ്പോൾ ഓക്കെ, മസ്താനിക്ക് ആ ഒരു തൊടലിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മസ്താനി അതാണ് പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ മസ്താനിയെ നമുക്ക് അങ്ങോട്ട് വലിച്ചു കീറാനൊന്നും പറ്റത്തില്ല. കാരണം മസ്താനി ചിലപ്പോൾ ആ പെട്ടെന്നുള്ളൊരു തൊടലിൽ മസ്താനിക്ക് അത് ചിലപ്പോൾ ഒരു കംഫർട്ടായി തോന്നി കാണത്തില്ല. മസ്താനി അതുകൊണ്ട് തന്നെ വളരെ നീറ്റായിട്ട് പറയുന്നുണ്ട്, ഞാനത് പേഴ്സണലായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ ഇരുന്നതാണ്. ഇത് ഇത്രയും വലിയൊരു പ്രശ്നമാക്കി മാറ്റിയ ലക്ഷ്മിയോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അവൾക്ക് മറ്റേ പുരുഷന്മാരോടുള്ള ഒരു കൈൻഡ് ഓഫ് ചൊറിച്ചിലുണ്ട്. അത് ആ ഒരു ഷോയിൽ വന്നിട്ട് പുരുഷന്മാരോട് മാത്രമല്ല, നമ്മുടെ നൂറ ആദില അവരെപ്പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് ചെറിയൊരു സാധനമല്ല. അത് മിക്കവാറും അത് ലാലേട്ടൻ ചോദിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതും കൂടെ ചോദിക്കണം. അതും ഇവൾക്ക് മറ്റേ വൈരാഗ്യവും, ഇവൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരെയൊക്കെ പുച്ഛം പോട്ടെ, ഒരുമാതിരി
അലിഗേഷൻസ്, വളരെ മോശമായിട്ടുള്ള അലിഗേഷൻ എടുത്ത് തലയിൽ വെച്ച് കൊടുക്കുക. ഈ ഒരു പരിപാടിക്ക് ആ സ്ത്രീ അതിനകത്ത് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഗെയിമൊക്കെ ഓക്കെ, പക്ഷെ ഇത് വളരെ ചീപ്പായിട്ടുള്ളൊരു ഒരു ഗെയിമായി പോയി ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. പ്രത്യേകിച്ച് ഒണിയിൽ നമ്മുടെ ഈ കൺഫെഷൻ റൂമിൽ ഇരിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ കുടുംബത്തെ വരെ അവൾ പറഞ്ഞു, നല്ല കുടുംബത്തിൽ ജനിച്ച ഒരാൾ ഇങ്ങനെ ചെയ്യില്ല എന്ന് അവൾ പറഞ്ഞു. എൻ്റെ വീട്ടുകാർക്ക് എന്ത് വിഷമമായി കാണും ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ന് ഒണിയിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഈ നല്ല കുടുംബത്തിൽ ജനിച്ചവനല്ല ഒണിയിൽ എന്നൊക്കെ പറയുന്ന ലക്ഷ്മിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ലക്ഷ്മി നല്ല കുടുംബത്തിലാണോ ജനിച്ചത്? എനിക്ക് തോന്നുന്നില്ല. ഒരു പട്ടി കുടുംബത്തിൽ നിന്നൊന്നും ഇനി നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ലൈക്ക് പട്ടികൾക്ക് പോലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഡോഗ്സ് ഹാവ് ദെയർ ഓൺ സ്റ്റാൻഡേർഡ്, ഓരോ ബ്രീഡുകൾക്ക്. ഇത് വേറെ എന്തോ ഒരു ജീവി വേണ്ട, ഞാൻ പറയുന്നില്ലത്. കാര്യം പിടികിട്ടിയില്ലേ? അപ്പം രാവിലെ നമ്മുടെ ഉണിയിലിന്റെ കരച്ചിൽ, കൺഫെഷൻ റൂമിലുള്ള കരച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്യാപ്റ്റൻസി ടാസ്കിൽ വേണ്ടിയിട്ട് 3 പേരെ സെലക്ട് ചെയ്യാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്. അതൊരു ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ നൂതില ഫാക്ടറിയുടെ ഉടമസ്ഥ നൂറയ്ക്ക് ഒരാളെ ഡയറക്റ്റ് സെലക്ട് ചെയ്യാം ക്യാപ്റ്റൻ ആകാൻ വേണ്ടിയിട്ട്. നൂറ സെലക്ട് ചെയ്തത് ഒണിയിലിനെ. സത്യം പറഞ്ഞാൽ ആ ഒരു ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു. നൂറ അതിന് പറയുന്ന ഒരു റീസൺ, ഇന്നലെ എൻ്റെ കമ്പനി 2-3 ദിവസമായിട്ട് ആ ഒരു ഫാക്ടറി പരിപാടിയിൽ അവിടെ ഒരു കോളിളക്കം സൃഷ്ടിച്ചത് സത്യം പറഞ്ഞാൽ ഒണിയിലിൻ്റെ ബുദ്ധിയാണ്. ഒണിയിൽ മറ്റേ ബ്ലാക്ക് കോയിൻ നമുക്ക് കിട്ടത്തില്ല, ആ ഒരു സാധനം ഒണിയിലിന് അറിയായിരുന്നു. ഒണിയിലാണത് പറഞ്ഞ് അബിയോട് എത്തിക്കുന്നത്. അബി എന്നിട്ട് അക്ബറിനോട് പറയുന്നത്, നമ്മൾ പണിഞ്ഞിലേലും കുഴപ്പമൊന്നുമില്ല, ഇനി ബ്ലാക്ക് കോയിൻ കിട്ടിയാലും നമുക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാം, സർക്കസിൽ കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കൊടുക്കാൻ പറ്റുന്നില്ല, അത് ബിഗ് ബോസ് ബ്ലോക്ക് ചെയ്തു. പക്ഷെ എന്നാലും അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഒണിയിൽ ചിന്തിച്ചു. പിടികിട്ടിയില്ലേ? നൂറ പറയുന്നുണ്ട്, എൻ്റെ കമ്പനി പൂട്ടിക്കാനായിട്ട് മാസ്റ്റർ മൈൻഡ് കളിച്ചത് ഒണിയിലായിട്ടാണ്, അത് ചെറിയൊരു കളിയല്ല, നല്ലൊരു ഗെയിം ആയിരുന്നു എന്ന് നൂറ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് മാത്രമല്ല, ഒണിയിലിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മാനസികമായിട്ട് അയാൾ ഭയങ്കരമായിട്ട് തളർന്നിരിക്കുകയാണ്. സോ അയാൾക്ക് ഒരു മാനുഷികപരമായിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുക, അതായിരിക്കും ചിലപ്പം അതിൻ്റെ കൂടെ ഈ ഒരു പറഞ്ഞ റീസണിൻ്റെ കൂടെ മനസ്സിൽ ചിലപ്പോൾ നമ്മുടെ നൂറ അതും കൂടെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. അത് വളരെ നല്ലൊരു കാര്യം തന്നെ കേട്ടോ. എന്താണെങ്കിലും ഒണിയിലിനെ അത് ഡയറക്റ്റ് ക്യാപ്റ്റൻസിയിലേക്ക് തെരഞ്ഞെടുത്തത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം പുള്ളിക്ക് ഒരു സപ്പോർട്ട് അതും നമ്മുടെ നൂറയുടെ ഭാഗത്തു നിന്ന് നൂറ കൊടുത്തിട്ടുണ്ട്. അതിനോട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ലക്ഷ്മി നൂറയ്ക്കും അതിലേക്കും എതിരെ പറഞ്ഞ ആ ഒരു സാധനം, അത് നൂറ വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. അതിലെ കേട്ടിട്ടുണ്ട്, അതിലെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നൂറയോട്. സോ അതിൻ്റെ ഒരു ദേഷ്യവും കൂടെ കാണും. അതുകൊണ്ടായിരിക്കാം ഒണിലിനെ ഡയറക്റ്റ് എടുത്ത്, അത് പ്രത്യേകിച്ച് പുള്ളിയെ ഈ ഒരു ക്യാപ്റ്റൻസിയിലേക്ക് തെരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തെരഞ്ഞെടുത്തത് ലക്ഷ്മിക്കുള്ള ഒരു അടി തന്നെയാണത്. അത് നൂറയുടെ ഭാഗത്തു നിന്ന് നൂറ ഗംഭീര ഗെയിമായിട്ട് കളിച്ചത് ചെയ്തിട്ടുണ്ട്. പിന്നെ അനീഷാണ് വരുന്നത്. അനീഷ് നമ്മുടെ സർക്കസിന്റെ മറ്റേ റിംഗ് മാസ്റ്റർ ആയിരുന്നല്ലോ. റിംഗ് മാസ്റ്ററിനും ഒരാളെ ഡയറക്റ്റ് സെലക്ട് ചെയ്യാം. റിംഗ് മാസ്റ്ററും ബുദ്ധിപരമായിട്ടുള്ള ഒരു സെലക്ഷൻ ആയിരുന്നു അവിടെ നടത്തിയത്. അത് വേറെ ആരെയല്ല റിംഗ് മാസ്റ്റർ സെലക്ട് ചെയ്തത്, റെന ഫാത്തിമേനെ. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് റിംഗ് മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ അടിപൊളിയായിട്ട് തന്നെ ലാസ്റ്റത്തെ ഒരു റൗണ്ടിലൊക്കെ നമ്മുടെ റെന ഫാത്തിമ പെർഫോം ചെയ്തു. ഏകദേശം എനിക്ക് തോന്നുന്നു 4 കോയിൻസ് ഒക്കെ അവർ എടുത്തു. പിന്നെ മാജിക്കൽ പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ അനീഷേട്ടൻ പറയുന്നത് കേട്ടു. അനീഷേട്ടൻ്റെ ഗെയിമാണത്. പിടികിട്ടിയില്ലേ? അനീഷേട്ടൻ്റെ ഗെയിം മാത്രമാണത്. പുള്ളി നല്ല ബ്രില്യൻ്റ് ആയിട്ട് തന്നെയാണ് ഓരോ ഗെയിമും. ടാസ്കിൽ ചിലപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവിടെ നടക്കുന്ന ഗെയിമുകൾ, മൈൻഡ് ഗെയിമുകൾ പുള്ളി വ്യക്തമായിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് അവിടെ കളിക്കുന്നത്. അപ്പോൾ ഈ ക്യാപ്റ്റൻസി പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഷാറ്റർ ചെയ്തിരിപ്പുണ്ട്. ഇന്ന് എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ബിഗ് ബോസ് കൊടുത്തൊരു ചെറിയൊരു സാധനമായിരിക്കും എല്ലാവരും ഇന്ന് ബ്ലാക്ക് ഇടണമെന്ന്. എന്തോ ഞാൻ ആ തുടക്കം എനിക്ക് രാവിലെ കാണാൻ പറ്റിയില്ല. ഇന്നലെ രാത്രിയിൽ ലൈവ് കുറേ നേരം കാണാനിരുന്നപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഇത്തിരി ലേറ്റായി. കാരണം ഇന്നലത്തെ പരിപാടികൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുമുണ്ട്. വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രിയിൽ നടന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആ വീഡിയോ കാണാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പുള്ള വീഡിയോ ഒന്ന് പോയി കാണുക. ഇന്നലത്തെ രാത്രിയിലത്തെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ചെയ്ത് ഞാൻ പറഞ്ഞ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി ലൈവ് പോയി കാണട്ടെ, എന്നിട്ട് ബാക്കി അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.